വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാനൊരു കുട്ടി പാക്കിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ നമ്മൾ ഇനി കേക്ക് ഓർഡേഴ്സ് എടുക്കുന്നില്ല കുറച്ച് കാലത്തേക്ക്. അപ്പോൾ എൻ്റെ ബേക്കിംഗ് ടൂൾസ് എല്ലാം ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം അന്ന് കാലത്ത് എഴുന്നേറ്റ ഉടനെ തന്നെ ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് നിന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിക്കുന്നത് എല്ലാം ഒന്നങ്ങ് വാഷ് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കട്ടേഴ്സ് ഉണ്ടല്ലോ, ഫോണ്ടൻ്റ് കട്ടേഴ്സ്, അത് ഞാൻ 2 ആഴ്ച കൂടുമ്പം ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. ചിലപ്പോൾ അത് 1 മന്തിലൊക്കെ ആയിരിക്കും കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ചായി ക്ലീൻ ചെയ്തെടുത്തിട്ട്, ഏകദേശം 1 മാസം ആവാറായിട്ടോ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ട്. അതായത് നമ്മൾ യൂസ് ചെയ്തത് അപ്പം ക്ലീൻ ചെയ്യും, അല്ലാതെ ടോട്ടലായിട്ടൊരു ക്ലീനിങ് ചെയ്തിട്ട് 1 മാസത്തോളമായി. അപ്പം ഞാൻ എൻ്റെ ബേക്കിംഗ് ടൂൾസും അതുപോലെ കേക്ക് ടിന്നും കട്ടേഴ്സും മെഷറിംഗ് കപ്സും എല്ലാം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്നങ്ങ് വാഷ് ചെയ്തെടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ട് സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ 9th മന്താണ്, 9ാം മാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേക്ക് ഓർഡേഴ്സ് എടുക്കാത്തത്. ഡോക്ടറോട് സജഷൻ ചോദിച്ചപ്പോഴും കേക്ക് ഓർഡേഴ്സ് എടുക്കേണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുക്കുന്നത് ശരിയല്ല. മാത്രമല്ല എനിക്ക് വയ്യ ഇപ്പോൾ കേക്ക് ഓർഡേഴ്സ് എടുക്കാനൊക്കെ കേട്ടോ. ഒന്നാമത് നമ്മളിപ്പോൾ കേക്ക് ഓർഡേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നതും, അതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് ടൈമിൽ കൊടുക്കുക എന്നുള്ളതും. അപ്പോൾ ഒരു പക്ഷേ അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതൊരു എക്സ്ക്യൂസായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെൽഫായിട്ട് തന്നെ ഒരു 35 വീക്ക് അല്ലെങ്കിൽ 34 വീക്ക് ആകുമ്പോഴേക്കും നിർത്തണമെന്ന് എൻ്റെ മൈൻഡിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അൽഹംദുലില്ലാ എനിക്കൊരു 9th മന്ത് വരെയെങ്കിലും ഈ കേക്ക് ഓർഡേഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വരെ എനിക്ക് കേക്ക് ഓർഡേഴ്സൊക്കെ എടുക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ അതിൽ എൻ്റെ കസ്റ്റമേഴ്സ്, എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് എന്നെ ഓർഡേഴ്സ് ഏൽപ്പിച്ച എൻ്റെ കസ്റ്റമേഴ്സിനോടും, അതേപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ ഉമ്മാനോടാണ് കേട്ടോ. എൻ്റെ പാഷൻ മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ തന്നെ ഉമ്മ സപ്പോർട്ടിനായിട്ട് നിന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം, അതുപോലെ തന്നെ പ്രൗഡായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ടൂൾസ് എല്ലാം പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോസിൽ കണ്ടോ, നിങ്ങളെല്ലാവരും ചോദിക്കാറില്ലേ ഒരു റോസറ്റ് ഫ്ലവർ വരക്കുന്ന നോസിൽ ഏതാണെന്ന്. ഈ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ വരക്കുന്നത്. ഈ നോസിൽ ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് ആക്സസറി ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം ആമസോണിൽ നിന്ന് മേടിച്ചാൽ മതി. കാരണം ആമസോണിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ കട്ടേഴ്സ് എല്ലാം ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്, ചൂടുവെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഈ കട്ടേഴ്സ് ഒന്നും ഉരുകി പോകത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതങ്ങ് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ടേഴ്സ് എല്ലാം നമ്മൾ സാധാരണയായിട്ട് സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കട്ടേഴ്സ് കഴുകി എടുക്കാറുണ്ടല്ലോ, അപ്പോൾ ഇനി സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാ കട്ടേഴ്സും ഞാൻ ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞാൻ അതൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഇതേ നമ്മുടെ യമ്മി മലബാറിൻ്റെ സ്റ്റിക്കർ ഇതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റിക്കർ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചൂടുവെള്ളത്തിൻ്റെ ചൂടെല്ലാം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഓവറായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതങ്ങ് ക്ലോത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒപ്പിയെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുടച്ചിട്ട് പോയിട്ടില്ലെങ്കിലും എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിലോ, കാരണം നമ്മൾ കുറച്ച് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പോകുന്നതല്ലേ, ഏകദേശം കുറച്ച് മാസങ്ങൾ ഇൻഷാ അല്ലാ. അപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ കട്ടേഴ്സ് എല്ലാം ആ പാത്രത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ പാത്രത്തിൽ നമ്മൾ സിലിക്കോണിൻ്റെ മാറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം നമ്മൾ മാറ്റിയിട്ട് പുതിയ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ സിലിക്കോണിൻ്റെ മാറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ടേഴ്സ് എല്ലാം ഞാൻ ഇതേപോലെ നമ്മുടെ ക്ലോത്തിൽ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം ക്ലോത്ത് വെച്ചിട്ട് വേറൊരു ക്ലോത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെറ്റർ കട്ടേഴ്സ് ആകുമ്പോൾ നമ്മൾ ഒന്നും മിസ്സാവാതെ നോക്കണം. കാരണം ഒരു ലെറ്റർ എങ്ങാനും മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടോട്ടലായിട്ട് തന്നെ മേടിക്കേണ്ടി വരും. അപ്പോൾ ഒരു ലെറ്റർ ഇതേപോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വെക്കാം, അതിൻ്റെ പാർട്സ് ഇളകി പോന്നിരിക്കുകയാണ്. അപ്പോൾ അത് തെരഞ്ഞു പിടിച്ചിട്ട് അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് തിരിച്ച് പാക്ക് ചെയ്തിട്ട് വെക്കുന്നത്.
അപ്പം അന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ സിലിക്കോൺ മാറ്റൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ചൂടുവെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് എടുത്തിട്ട് അതും നമുക്ക് വെയിലത്തങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ബേക്കിംഗ് ഏബ്രൺ ആണ്, അതും കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തു വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ എല്ലാം ഇവിടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ടേഴ്സ്, ലെറ്റർ കട്ടറെല്ലാം ഒരെണ്ണത്തിലും, അതേപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പ് കട്ടറെല്ലാം ഞാൻ വേറൊരു ബോക്സിലും, അങ്ങനെ ആയിട്ടാണ് കേട്ടോ പൊതുവെ അറേഞ്ച് ചെയ്യാറ്. അപ്പം എടുത്ത് വെക്കുമ്പോഴും അങ്ങനെ തന്നെ വെക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാം അതിൻ്റേതായ ബോക്സിലായിട്ട് തന്നെ ഇട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതേപോലുള്ളൊരു കാർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കേക്ക് ടിന്നാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഈ ഒരു ബോക്സിലെല്ലാം കൂടി അങ്ങ് ഒതുങ്ങുന്നതാണ്, പക്ഷെ ഒതുങ്ങിയില്ല. അപ്പോൾ കേക്ക് ടിന്ന് വെച്ചില്ല. കേക്ക് ടിന്ന് വെക്കാതെ ആദ്യം ടൂൾസ് എല്ലാം വെച്ചു. കേക്ക് ടിന്ന് വേറെ പാക്ക് ചെയ്യാമെന്ന് കരുതി കേട്ടോ. എന്തോ അറേഞ്ച് ചെയ്തിട്ട് അങ്ങ് ശരിയാവാത്ത പോലെയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് വെച്ചിട്ട് അങ്ങ് സെറ്റാക്കി എടുത്തു അവസാനം. നമ്മുടെ സിലിക്കോൺ മാറ്റ് ഞാൻ ഇതേപോലുള്ള കവറിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഡയറക്റ്റായിട്ട് വെക്കാതെ കവറിലാക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ ഇതേ ഞാൻ ഷുഗർ ബോൾസ് എല്ലാം ഇതേപോലെ ക്ലിങ് റാപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് അടച്ചിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കളേഴ്സും എടുത്ത് വെക്കുന്നുണ്ട്. എക്സ്പയറി ഡേറ്റ് ഉള്ള കളേഴ്സ്, എക്സ്പയർ ആവാത്ത കളേഴ്സ് എടുത്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ബോക്സിൽ ഇതിൻ്റെ എല്ലാം ഡേറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. ഇതെല്ലാം 1 ഇയറിൻ്റെ മുകളിലുണ്ട് ഇതിൻ്റെ എല്ലാം ഡേറ്റ് വന്നിട്ട്. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ഒരു ബോക്സിലായിട്ട് ഇത്രയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടോ. ഇനി ഒരു ബോക്സും കൂടെ എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ബോക്സിൽ ഞാൻ ഇതേപോലെ ഒതുങ്ങി ഇരിക്കാത്ത കേക്ക് ടിന്നുകളാണ്, ഈ ഒരു ഡോൾ കേക്കിൻ്റെ കേക്ക് ടിന്നെല്ലാം. അപ്പോൾ അതും വെച്ചു. പിന്നെ അതേപോലെ തന്നെ കളേഴ്സും, പിന്നെ പൊട്ടിക്കാത്ത ഫോണ്ടൻറ്റുകളും ഉണ്ട് കേട്ടോ. നമ്മൾ കവർ പൊട്ടിക്കാത്ത ഫോണ്ടൻറ്റുകൾ, CMC പൗഡറൊക്കെ പുതിയതാണ്. അപ്പോൾ അതിനെല്ലാം ഡേറ്റ് ഉണ്ട്, 1 ഇയറിന് മുകളിൽ ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടിയിട്ട് ഈ ഒരു ബോക്സിൽ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാനുവൽ എയർ ബ്രഷ് പമ്പും പിന്നെ ഫോണ്ടൻ്റ് റോളറും വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഇതിൽ വെക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് പാക്ക് ചെയ്യാനുള്ളത് കേക്ക് ടിന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ 2 ബോക്സും നമുക്ക് നല്ലതുപോലെ സെക്യൂർ ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ക്ലിങ് റാപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉമ്മൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബോക്സ് കറക്റ്റായിട്ട് അങ്ങനെ അടഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പഴയൊരു കേക്കിൻ്റെ ബേസ് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് സീൽ ചെയ്തെടുക്കാനായിട്ട് പോവേണേ. അപ്പോൾ ഇതേ നമ്മുടെ 2 ബോക്സും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം നമുക്ക് ഇൻഷാല്ലാ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ കിച്ചൺ റാക്കിൻ്റെ മുകളിലായിട്ട് ഇതങ്ങ് വെച്ച് കൊടുക്കണം. കേക്ക് ടിന്നെ നമ്മൾ വേറൊരു കവറിലാക്കിയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്